നോക്കി, മുഹമ്മദ് നബി അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഒരു വിഷയം ക്ഷണം എന്നത് പ്രധാനമായി തീരുക അത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നിരിക്കുമ്പോൾ മാത്രമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിന്റെ ആധാരം ദീനാണ്. ഒരാൾ ക്ഷണിച്ചാൽ പോരാ, ഒരാൾ വഅദ് പറഞ്ഞാൽ പോരാ, ഒരാൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ പോരാ. അതിന്റെ ലക്ഷ്യം മിനല്ലാഹി ഇലല്ലാഹ്, ലില്ലാഹ്, മിനല്ലാഹ് ഇലല്ലാഹ്. അതിന്റെ ലക്ഷ്യം അള്ളാഹു ആയിരിക്കണം. ലക്ഷ്യം അള്ളാഹു അല്ലാത്ത ഒരു കാര്യത്തിനും കൂലി കിട്ടൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു നന്മ ചെയ്തോണ്ട് കൂലി കിട്ടൂല, അത് വെറുതെ പറയാണ്. ഒരിക്കലും നന്മ ചെയ്താൽ കൂലി കിട്ടൂല, അതൊക്കെ വെറുതെ ഉപായം പറയാണ്. നന്മക്ക് ഒരു കൂലിയും കിട്ടൂല. നന്മ ചെയ്യുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹുവിൻ എന്ന നിയ്യത്ത് ചെയ്യാതെ ഒരു കൂലിയും കിട്ടൂല. ജനങ്ങളെ, നിങ്ങൾ പൊട്ടത്തരത്തിൽ ചാടണ്ട. നിങ്ങളെ നിങ്ങളെ കുട്ടികൾ തിന്നുന്ന പൈസകൾ ആരാനെ കൊണ്ടേ കൊടുക്കണ്ട. അതിൽ നിങ്ങൾക്ക് കാര്യമല്ല. അതാർക്ക് വേണ്ടി ചെയ്യണം? അല്ലെങ്കിൽ വെറുതെ നമ്മൾ നഷ്ടമാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നേരാണ്. ഒരു പണിയെടുക്കുക എന്നത്, ഒരു പള്ളിക്ക് പണിയെടുത്തു, ഒരാൾ കച്ചവടത്തിനും പോയി, ശരി. ഒരാൾ പള്ളിയെ സഹായിക്കാൻ വേണ്ടി പോയി, ഒരാൾ കച്ചവടത്തിനും പോയി. പള്ളിയെ സഹായിക്കാൻ പോയ ആൾക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. കച്ചവടത്തിന് പോയ ആൾക്ക് കച്ചവടമാണ് അവന്റെ ലക്ഷ്യം, അവന് പൈസ കിട്ടി. പള്ളിപ്പണിക്ക് പോയവന് അന്നത്തെ ചായ പൈസ പോയി, ചോറ്റും പൈസ പോയി, വണ്ടിക്ക് എണ്ണ അടിച്ചതും പോയി. മനസ്സിലായില്ല? അള്ളാന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ദുന്യാവിൽ വലിയ നഷ്ടവും. ഇവനെ പറ്റി ഹസിറത്ത് ദുന്യാവല്ല ആഖിറ. അവന്റെ ദുന്യാവ് നഷ്ടപ്പെട്ടു, ആഖിറ നഷ്ടപ്പെട്ടു എന്ന് പറയും. പള്ളിക്ക് പണിയെടുത്തവന് ദുന്യാവ് ആഖിറ നഷ്ടപ്പെടും. മൗലിയന്മാർക്ക് ദുന്യാവ് ആഖിറ നഷ്ടപ്പെടും. ദുന്യാവിൽ അവർക്ക് വലിയൊരു ശമ്പളമൊന്നും കിട്ടൂല, കുറഞ്ഞ ശമ്പളമേ കിട്ടുള്ളൂ. ആഖിറത്തിന് അവരുദ്ദേശിച്ചതുമില്ല. അപ്പോൾ ഹസിറത്ത് ദുന്യാവല്ല ആഖിറ. ദുന്യാവും പോയി, ആഖിറും പോയി. അങ്ങനെയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത് നന്മക്ക് പ്രതിഫലം കിട്ടും എന്ന് പലരും നിങ്ങളോട് പറഞ്ഞത് തെറ്റാണ്. നന്മക്ക് ഒരു പ്രതിഫലം കിട്ടൂല, വെറും വർത്താനം പറയാണ്. നിങ്ങൾ ഇന്നെ കണ്ണുരുത്തി പേടിപ്പിച്ചതുകൊണ്ട് സത്യം സത്യമല്ലാതാവൂല. നിങ്ങളോട് പറയരുത് എന്നൊക്കെ എനിക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. നന്മക്ക് ഒരു പ്രതിഫലം കിട്ടുന്നത് നിങ്ങൾ മെനക്കെടനെ വേണ്ട. ഒരു പ്രതിഫലം നന്മ കിട്ടൂല. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലിനേക്കാൾ പ്രധാനം ആ മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിയ്യത്ത് നന്നാകാതെ ഒന്നും നന്നാവില്ല. അതാണ് സത്യം. നിയ്യത്ത് നന്നാക്കണം. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ള ഒരു രീതി നീ എടുക്കല്ലേ എന്നാണ്. സത്യത്തില് നമ്മൾ ഇന്നലെ അന്തിക്ക് ചോറ്റും പിഞ്ഞാണത്തിനേക്കാൾ കൗതുകമാണ് നമ്മൾ ഇന്ന് രാവിലെ ഒഴിവാക്കിയ കക്കൂസ്. വൃത്തിയും വെടിപ്പും നല്ല ചൈനയിൽ കൊണ്ടുവന്ന 1-ാം നമ്പർ ക്ലോസറ്റ്, 1-ാം നമ്പർ പിഞ്ഞാണക്കൂട്ട്. എന്താണ് അതിന്റെ ചോർക്ക്? ഇന്നലെ നമ്മൾ വൈകുന്നേരം ചോറ് തിന്ന പാത്രത്തിനേക്കാൾ വെളുപ്പുണ്ട് ഇന്ന് ആ ചോറ് ഒഴിവാക്കിയ കക്കൂസിന്. എന്നാൽ ആരെങ്കിലും ഈ കക്കൂസിന്റെ ക്ലോസറ്റിൽ തിന്നോ? പറയടാ, തിന്നോ? ഇല്ല. എന്തുകൊണ്ട്? അതിന്റെ ഉള്ളിൽ തീട്ടാണ് എന്നതാണ് കാരണം. അങ്ങനെ തന്നെയാണ്. ഈ രൂപം നന്നായിട്ട് കാര്യമല്ല, ഉള്ളു നന്നാണ്. ഉള്ളു ലില്ലാഹി അല്ലാത്ത ഒരു അമലിനെയും അള്ളാഹു സ്വീകരിക്കൂല. അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ദഅ ഇലല്ലാഹ്, ക്ഷണിച്ചത് ആരിലേക്കാണ്? അള്ളാഹുവിനെ. നമ്മളെ താല്പര്യത്തിലേക്ക് ക്ഷണിച്ചാൽ ഒരു കൂലിയും കിട്ടൂല. അള്ളാഹു എന്ന ലക്ഷ്യത്തിലല്ലാത്ത ഒന്നിനും ഒരു പ്രതിഫലം കിട്ടൂല. ജനങ്ങളിൽ വഞ്ചിതരായവരിൽ നല്ലൊരു ശതമാനം നന്മ ചെയ്ത് വഞ്ചിതരായവരാണ്. നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ നിയ്യത്ത് ദുന്യാവായിരുന്നു. ദുന്യാവിലെ നേട്ടമാണ്, ദുന്യാവിലെ സ്ഥാനമാണ്. ദുന്യാവിലെ നേട്ടവും ദുന്യാവിലെ സ്ഥാനമാണ്. അങ്ങനെയാണ്. ദുന്യാവിലെ ഒരു സ്ഥാനം നഷ്ടപ്പെടുമ്പോഴത്തേന് ബേജാറാകണ്ട. ചില സ്ഥാനങ്ങൾ നമ്മളെ ആഖിറ നഷ്ടപ്പെടുത്തും. ഉദാഹരണം പറയാം, ഞാനൊരു പള്ളിയുടെ പ്രസിഡന്റാണ് എന്ന് നോക്കൂ. ഞാനൊരു പള്ളിയുടെ പ്രസിഡന്റാണ്. പിന്നെ ഞാൻ നന്മ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ നിയ്യത്ത് ചെയ്യും? പ്രസിഡന്റായ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു മോശല്ലേ? അപ്പൊ ഞാൻ പ്രസിഡന്റ് സ്ഥാനം അവിടെ ഒഴിവാക്കി. പിന്നെ നന്മ ചെയ്താൽ അങ്ങനത്തെ നിയ്യത്തില്ല. ഈ നിയ്യത്ത് തലയെ കടന്നു വരുന്ന ഒരാളാണെങ്കിൽ നല്ലതാ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കലാണ്. പ്രസിഡന്റ് ആയതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പ്രതിഫലമില്ല. മനസ്സിലായില്ല? പ്രസിഡന്റ് ആയതുകൊണ്ട് ഒരു പ്രത്യേക പ്രതിഫലം ഉണ്ടോ? മെമ്പർക്ക് പ്രതിഫലം കമ്മിയുണ്ട്, അങ്ങനെ ഉണ്ടോ?
പലിശയ്ക്ക് കൊടുത്തവന് തീരെ പ്രതിഫലല്ല. അങ്ങനെ ഉണ്ടോ? എന്ത് കണക്ക്? അതൊക്കെ ഇവിടെ ദുന്യാവിന്റെ കണക്കുകൾ മാത്രമാണ്. പോലീസുകാർ ചോദിക്കുമ്പോൾ പറയും ആരാണ് മാലിന്റെ പ്രസിഡന്റ്? ഇന്നാലിന്ന അവറാനാജി എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറയാനുള്ള ഒരു പേര് മാത്രമാണ് അത്. ആഖിറത്തിൽ അങ്ങനത്തെ ഒരു പേരിന് അർത്ഥമല്ല. ഞങ്ങളോട് പറയാ കുട്ടികളെ, നിങ്ങൾക്ക് കുറെ കാലമായി ഞാൻ അത് പറഞ്ഞിരുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത എല്ലാം പരാജയമാണ്. യാതൊരു ലക്ഷ്യമില്ല, ഒരു നടക്കും ജയിക്കൂല, പരാജയപ്പെടും. അതിലൊരു ഹൈറുമില്ല കുട്ടികളെ. ഒരല്പം ചെയ്താൽ മതി. ചെയ്തത് ആർക്ക് വേണ്ടിയാകണം? ഉറപ്പ്. അത് നമ്മൾ പരിശോധിക്കണം. ഓരോ സെക്കൻഡിലും പരിശോധിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ആവുന്നുണ്ടോ? പിന്നെ നോക്കണം. പിന്നെ നോക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അവൻ സിദ്ഖിനെയാണ് അവലംബിക്കുക, വ്യക്തിയല്ല. അവൻ ഏതെങ്കിലും താല്പര്യത്തെ അല്ല പരിഗണിക്കുക, അവൻ നേരിനെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവന്റെ അവലംബം നേരാണ്, അവന്റെ യാത്ര നേരാണ്. അതിന്റെ മുന്നിലുള്ള ഹിജാബുകൾ അവനോട്ട് പ്രശ്നമല്ല. ഏത് നന്മക്കും ഹിജാബുകൾ ഉണ്ടാവും, മറണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, വായിക്കുണ്ടാവും. നന്മ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പ്രശ്നമല്ല. ആ നന്മ അവനെ കൊണ്ട് നടന്നോളണം എന്നില്ല. ഒരു മരം വെട്ടുകാരനെ പോലെയാണ്. ഒരാൾ എന്ത് ചെയ്ത്? ഒരാൾ മരം വെട്ടി, വൈകുന്നേരം വരെ വെട്ടി, മരം മുറിഞ്ഞില്ല, അയാൾ പോയി. പിറ്റേന്ന് വേറൊരാൾ വന്ന് അയാളും വെട്ടി, മരം മുറിഞ്ഞില്ല. പിറ്റേന്ന് വേറൊരാൾ വന്ന് അയാളും വെട്ടി, മരം മുറിഞ്ഞില്ല. അങ്ങനെ 7-8 ആളുകള് വെട്ടി 8ാം ദിവസമാണ് മരം പൊളിഞ്ഞാടിയെങ്കിൽ അവാർഡ് ഇയാൾക്ക് കൊടുക്കുന്നതിൽ ഒരർത്ഥമല്ല. ആർക്ക്? 8ാം ദിവസം വന്ന പണിക്കാരനും അവാർഡ് കൊടുക്കുന്നതിൽ ഒരു മാനയില്ല. അവാർഡ് കൊടുക്കുകയാണെങ്കിൽ 8ആൾക്കും കൊടുക്കണം. കാരണം അതിനെ അക്വാലത്തിൽ മുറിച്ച് തള്ളിടാൻ ഇവരൊക്കെ സബബായിട്ടുണ്ട്. അവർ നന്മ എന്നെ കൊണ്ട് പൂർത്തിയായിക്കൊള്ളുന്നില്ല. നന്മയ്ക്ക് തുടങ്ങിയ ചെലവ് മതി. പക്ഷെ ആർക്ക് വേണ്ടിയാകണം? അല്ലാഹുവിന് വേണ്ടി. അല്ലാത്തൊക്കെ പരാജയമാണ്. എല്ലാ പരാജയമാണ് കുട്ടികളെ, പരാജയമാണ്. അത് നന്നാകാതെ നന്നാവൂല. അത് നന്നാവാതെ ഒന്നും ശരിയാവില്ല. അത് നന്നാക്കാൻ കഴിയുന്നുണ്ടോ? നേരം എടുത്തിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഈ ക്ലാസ്സിന് വന്നവർ കൈയോക്കി. അള്ളാഹ്ക്ക് വേണ്ടി വന്നവര് മാഞ്ഞാളം കാട്ടരുത്. നിന്റെ മുന്നിൽ മാഞ്ഞാളം കാട്ടരുത്. നിന്നെ കാണാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി എന്ന് വിചാരിക്കും. നാട്ടില് നമ്മൾ ക്ലാസ്സിന് പോകുന്ന ആളാണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അങ്ങനെ തോന്നരുത്, ഒന്നും ഉണ്ടാകരുത്. നിങ്ങളെ ഇഖ്ലാസ് ഉള്ളവര് ഇന്ന് നേരം എടുത്തിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ക്ലാസ്സിന് ഒരു ലക്ഷ്യമൊന്നുമല്ല, അവർക്കൊരു ലക്ഷ്യമല്ല, അവർക്കൊന്നും ലക്ഷ്യമില്ല. അവർ വന്നത് ലില്ലാഹി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കൈയോക്കി. ബാക്കി ഇനി അള്ളാഹു അറിയും. ഇനി നിങ്ങൾ മൈസറയിൽ ഈ കൈയിനുള്ള ഹിസാബ് കൊടുത്തതാണ്ടി, എനിക്കറിയില്ല. മനസ്സിലായില്ല? അപ്പൊ ഈ പൊക്കിയ കൈയിന്റെ ഹിസാബ് അവിടെ കൊടുക്കുക. ഞങ്ങൾക്ക് അവാർഡ് തരാൻ വേണ്ടി പൊക്കിച്ചല്ല. അതൊന്നും അറിയൂല. നിങ്ങൾ എന്തിന് ഞാൻ വന്നു എന്ന് അറിയൂല. മനസ്സിലായില്ല? അതറിയുന്നവനെ അറിയുള്ളൂ. അല്ലാമുൽ ഗുയൂബ് അവനാണ്. തജ്വീദ് തെറ്റിയ ഒരാള് ഓതിയതും തജ്വീദ് തെറ്റാതെ ഓടിയതും നാടൻ അറിയില്ല. നാടനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കൂറ്റുണ്ടോ എന്നേ നോക്കുള്ളൂ. മനസ്സിലായില്ല? നാടനെ സംബന്ധിച്ചിടത്തോളം നല്ല കൂറ്റുള്ള മൂല്യനെ നിർത്തിയിട്ട് കൂറ്റില്ലാത്ത മൂല്യനെ പിരിച്ചുവിടും. കൂറ്റില്ലാത്ത മൂല്യം ചിലപ്പോൾ തജ്വീദ് ക്ലിയർ ഉണ്ടാവും, അതുകൊണ്ട് ഫാത്തിഹ ബാത്തിലായിട്ടുണ്ടാവില്ല. അപ്പൊ അയാളെ പിന്നീട് നിസ്കരിച്ചാൽ നിസ്കാരം അവിടെ ലോഹയിലെത്തും. മറ്റേയാൾക്ക് എന്തെന്നെയുള്ളൂ? കൂറ്റനുള്ളൂ, തജ്വീദില്ല. അതുകൊണ്ട് നിസ്കാരം കബൂലാക്കുന്നില്ല. നിസ്കാരം കബൂലാക്കുന്നു ഈ ജാഹില് നോക്കൂല. മനസ്സിലായില്ല? നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? നാടന്മാരായ ആളുകൾ, ആവറേജ് നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെ പറയാ. ഞാൻ ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൂട്ടുന്നില്ല. ആവറേജ് നമ്മളെപ്പോലത്തെ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഒരു വാക്കിൽ നിങ്ങളെയും കൂട്ടാം. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ കൂറ്റും ഒച്ചയും നന്നാകുക എന്നുള്ളതാണ് നിങ്ങളെ കണക്ക്. തെജ്വീദിൽ ചിലപ്പോൾ കൂറ്റിന് ചൊറുക്കുണ്ടാവില്ല. തെജ്വീദിന്റെ പ്രശ്നം എന്താണ്? അലിഫിന്റെ മഖ്റജെന്നും ബാവിന്റെ മഖ്റജെന്നും താവിന്റെ മഖ്റജെന്നും പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അമൽ അല്ലാഹു തആല സ്വീകരിക്കും, ഇഖ്ലാസും ഉണ്ടെങ്കിൽ. നാടന്റെ നോട്ടം, നാടൻ ആ നോട്ടല്ല. നാടൻ ഏറ്റവും ചൊറുക്കുള്ള ഓത്താരാണ് ഓടുക. അതാണ് ആ മൂല്യം നമ്മളെ പള്ളിയൊക്കെ കിട്ടിയെങ്കിൽ വിചാരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം.
ഈ പ്രത്യക്ഷമാണ് ഏകദേശം ആളുകളൊക്കെ പരിഗണിക്കുക. പ്രത്യക്ഷത്തിന് യാതൊരു വിലയുമില്ല. പ്രത്യക്ഷത്തെ പരിഗണിച്ചിട്ട് കാര്യമല്ല, അതിനൊരു വിലയില്ല. നിങ്ങൾ അവനവന്റെ കാര്യം അവനവന് മാത്രമേ അറിയുള്ളൂ. അവനവന്റെ കാര്യം അവനവനേ അറിയുള്ളൂ. ചിലപ്പോൾ അവനവനും അറിയില്ല. ചിലപ്പോൾ അവനവന്റെ നഫ്സിന്റെ ഹവ വളരെ ഗാലിബാവും. അങ്ങനെ ഗാലിബാവുമ്പോൾ അത് തിരിയൂല. ഉള്ളിന്റെ ഉള്ളിൽ നീക്കിയാലേ തിരിയുള്ളൂ. ഉദാഹരണം, പഴയ കമ്മിറ്റി പോയി, പുതിയൊരു കമ്മിറ്റി വന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒരാൾ എന്ത് ചെയ്ത് കാര്യമായ ഒരു വർക്കിന് ആരംഭിച്ച് പുതിയ പ്രസിഡന്റും കമ്മിറ്റിയും. അപ്പോൾ എന്ത് വിചാരിച്ച് മറ്റൊരു മുന്നിൽ നമുക്ക് മറ്റൊരു 10 കൊല്ലം കൊണ്ട് ചെയ്ത് നമുക്ക് 1 കൊല്ലം കൊണ്ട് ചെയ്യണം. പള്ളിക്ക് കാര്യം കിട്ടും, മൂത്രപ്പാത്തി നന്നാവും, പള്ളിയും പൊളിച്ചെണ്ണാവും. പക്ഷെ പ്രസിഡന്റിനും കമ്മിറ്റിക്കാർക്കും പോയിട്ടില്ല. അതുപോലെ സമയം പോയി കിട്ടും. നിങ്ങൾ എന്റെ മോട്ടോക്ക് കണ്ണോടിച്ചൊരു കാര്യമല്ല, ഇത് സത്യമാണ്. പടച്ചോന് വേണ്ടിയല്ലാത്ത ഒരു അമലും സ്വീകരിക്കപ്പെടില്ല, സ്വീകരിക്കാനല്ല. അവിടെ അത് ശരിയാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അത് ഭയങ്കര പ്രയാസം. അതാണ്. അത് ശരിയായി കിട്ടിയാലോ പിന്നൊന്നുമില്ല. അത് സ്കെയിലിനെ പോലെയാണ്. ഇപ്പൊ നമ്മൾ വരക്കുന്ന ഈ സ്കെയിലിന് വളവില്ലാന്ന് നമ്മൾ കൃത്യമാക്കി കിട്ടിയാൽ അത് കുറച്ച് പണിയാണ്. അതിന് വളവില്ലാന്ന് കൃത്യമായി കിട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷെ വളവില്ലാന്ന് കൃത്യമായി കിട്ടിയാലോ ഇങ്ങനെ പ്രശ്നമില്ല. ഞാൻ അത് വെച്ച് വരച്ച വരക്കൊന്നും വളവുണ്ടാവില്ല. അല്ലെ? ഒന്ന് പറയേ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് വലിയ പണിയാണ്. സ്കെയിലിന് വളവില്ലാതാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് പണിയുള്ള കാര്യമാണ്. സ്കെയിലിന് വളവില്ലെങ്കിൽ വരെയൊക്കെ നന്നാവും. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു മുസ്തഫ റസൂൽ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാവില്ല. അവിടെയാണ് നമ്മളെ തല്ലേണ്ടത്. നിങ്ങൾ ഈ നിസ്സാരപ്പെട്ട കോലത്തിൽ അത് നടക്കൂലട്ടാ. നിങ്ങളിത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. ഭയങ്കര പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഭയങ്കര പ്രശ്നമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ആവുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് നിങ്ങൾ വിചാരിച്ച കൊല്ലല്ലോ കാര്യമായിട്ടോ. കാര്യം ഭയങ്കരമാണ്. അത് ഭയങ്കരമാണ്. ഇനി അതിനേക്കാളും ഉപയോഗിക്കേണ്ട ഒരു വാക്ക് എനിക്കറിയില്ല. അത് ശരിയായൊക്കെ ശരിയാവും, പക്ഷെ അത് ശരിയായി കിട്ടൂല. ഓരോന്നും താല്പര്യങ്ങൾ വർദ്ധിക്കും. ഹവ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഹവ മനുഷ്യന്റെ തടിയിലത് കയറിക്കൂടും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ്. അവന്റെ ഹവയാണ്, അവൻ തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര പ്രശ്നമാണ് കുട്ടികളെ, ഭയങ്കര പ്രശ്നമാണ്. ഖൽബ് നന്നായാലോ നിയ്യത്ത് നന്നായാലോ ഭാര്യയോട് ശാരീരികമായി ബന്ധപ്പെട്ടതിൽ പോലും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ. എല്ലാത്തിനും കിട്ടും. നിയ്യത്ത് നന്നായാൽ മതി. അല്ലനാ ഫീഹാ അജ്റുൻ യാ റസൂലല്ലാഹ്. ഭാര്യയുമായി ശാരീരികമായി ബന്ധം പുലർത്തുന്നതിലും ഞങ്ങൾക്ക് കൂലിയുണ്ടോ എന്ന് ഹബീബായ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അനാവശ്യത്തിൽ പ്രയോഗിച്ചാൽ അതിന്റെ മേൽ കുറ്റല്ലേ? കുറ്റുണ്ട്. ഒരാൾ വ്യഭിചരിക്കാൻ പോയാൽ അത് കുറ്റല്ലേ? മനസ്സിലായില്ല? അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തിന്മയിൽ തന്റെ ലൈംഗികാവയവത്തെ ഒരാൾ വെച്ചാൽ അത് കുറ്റല്ലേ? അപ്പോൾ അവൻ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിലെന്തുണ്ട്? കൂലിയുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതാ പറഞ്ഞത്. പക്ഷെ ഇവിടെയൊക്കെ പ്രധാനം എന്താണ്? മനുഷ്യന്റെ മനസ്സിന്റെ നന്മയാണ്. മനസ്സ് നന്നാകാൻ ഒരു കൂലിയും കിട്ടൂല. കിട്ടാനല്ല നിങ്ങൾ വിചാരിച്ചൊരു കാര്യമല്ല, നടക്കൂല. 10 കോടി ഉറുപ്പിക ദാനം ചെയ്യും, 50 പൈസ കൂലി കിട്ടൂല. എന്നാ 50 പൈസന്റെ ദാനം ചെയ്യും, ഖിയാമത്ത് നാൾ വരെ കൂലി ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഉണ്ടാവും. കമസലി ഹബ്ബത്തിൻ അംബതത സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. വേറൊരവസ്ഥ, ഒരാളൊരു നന്മ ഉണ്ടായപ്പോൾ അയാളെ കയ്യിലുള്ളത് ആകെ 1 ഉറുപ്പികയാണ്. അയാൾ ദാനം ചെയ്തു. ആ ദാനം അല്ലാഹു തആല സ്വീകരിച്ചു. അതിൽ നിന്ന് ആ സ്ഥാപനത്തെ അല്ലാഹു തആല വളർത്തി. ഖിയാമത്ത് നാൾ വരെ ഖൈറായി സ്ഥാപനം നിലനിന്നു. എങ്കിൽ ഖിയാമത്ത് നാൾ വരെ എന്തുണ്ടാവും? ഈ 1 ഉറുപ്പിക കൂലി ഉണ്ടാവും. കാരണം ലില്ലാഹി, അയാൾ ചെയ്ത ആർക്ക് വേണ്ടിയാ? അല്ലാഹുവിന് വേണ്ടിയാ. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദാനം ചെയ്യേണ്ട ആവശ്യം? അല്ല.
നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ? നിങ്ങളുടെ സ്ഥലത്തുണ്ടാ? ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? ഒരു 10 റുപ്യ. നൂറോ 10 തരും, തിരിച്ചു തരാണ്. ഒരു ഉദാഹരണത്തിനാണ്. എന്തൊരു മനുഷ്യന്മാരാണ് പഠിച്ചത്. നന്മ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞുതരാം. ഇതിന്റെ 100 റുപ്യാണ് കേട്ടോ. ഇതിന്റെ പൈസ അങ്ങനെ സങ്കല്പിച്ചാൽ എന്റെ പോക്കറ്റിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടം വാങ്ങിയത്. അതിമല്ലൊരു കണക്കില്ല. ഇത് ഞാൻ 100 റുപ്യ ഇതിന്റെ പൈസ നോക്കി. ഇതിന്റെ പൈസ എനിക്ക് ഇത് ഞാൻ ഇയാൾക്ക് കൊടുത്ത്, ഇത് ഞാനിപ്പോ ഇയാൾക്ക് കൊടുത്ത്, ഇനി ഇയാളോട് ആവശ്യപ്പെടാണ് നിങ്ങൾ എനിക്ക് ചെലവാക്കി. തിരിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതിന്റെ പൈസയാണ്. ഇത് ഞാൻ ഇയാൾക്ക് കൊടുത്ത്, എന്നിട്ട് ഇയാളോട് ഞാൻ പറയാം എനിക്ക് ചെലവാക്കി. ഇതാണ് നന്മ. അള്ളാന്റെ പൈസ അള്ളാഹ് അബ്ദിന്റെ കയ്യിൽ കൊടുത്ത്, എന്നിട്ട് അള്ളാഹ് അബ്ദിനോട് പറയാ നിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് തിരിഞ്ഞ ഇരിക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നന്മ എന്ന് പറഞ്ഞ ഒരു ആക്ഷനാണ്, ഒരു ആക്റ്റാണ്. മഹബൂദിന്റെ മാല് മഹബൂദ് ആർക്ക് കൊടുത്ത്? അബ്ദിന് കൊടുത്ത്. എന്നിട്ട് അബ്ദിനോട് പറഞ്ഞ് എന്റെ മാർഗത്തിൽ ഞാൻ മൂപ്പര് പറയാ എനിക്ക് തരണേ. അല്ല ഇതന്നെയാണ് മഹബൂദിന്റെ പൈസ ആർക്ക് കൊടുത്ത്? അബ്ദിന് കൊടുത്ത്. എന്നിട്ട് മഹബൂദ് പറയാ നമുക്ക് തരണേ. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് നന്മ? നന്മ അബ്ദിന്റെ സന്നദ്ധതയും നീയത്തും മാത്രം നന്മ. തലയുള്ളവർക്കാണ് ക്ലാസ്, തലച്ചോറുള്ളവർക്കാണ് റഹ്മത്തുള്ളാഹിന്റെ വയറ്. തലച്ചോറുള്ളവർക്ക് ഇത് തലയെ കയറൂല, തലച്ചോറില്ലാത്തവർക്ക് തലയെ കയറൂല. തിരിഞ്ഞില്ല. ഈ കാണുന്ന മാലിന്റെ ഒക്കെ ഉടമക്കാരനാരാ? അല്ലാഹുവാണ്. എന്നിട്ട് ഈ അള്ളാഹ് ഈ മാല് ആരെ കൈ കൊടുക്കാണ്? ഓരോ അബ്ദിന്റെ കൈ കൊടുക്കുക. എന്നിട്ട് അള്ളാഹ് പറയാ അത് എനിക്കെന്നെ തിരിച്ചു തരണേ. എന്നാ പിന്നെ എന്തിനാടാ ഈ നന്മ അള്ളാഹ് കണ്ട് ചെയ്തൂടെ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കിടക്കുന്ന കാര്യം എന്താണ്? അബ്ദ് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. എന്നിട്ട് അത് അബ്ദ് എന്ത് ചെയ്യാ? ആർക്കെന്നെ തിരിച്ചു കൊടുക്കുക? ആർക്കെന്നെ തിരിച്ചു കൊടുക്കുക? അള്ളാഹു. അപ്പൊ ഇവിടെ അബ്ദിന്റെ ഭാഗത്ത് എന്താ ഉണ്ടാകേണ്ടത്? ഒന്ന് സന്നദ്ധത, 2 ഞാനിത് കിട്ടിയത് അള്ളാഹുവിൽ നിന്നാണല്ലോ, അപ്പോൾ കൊടുക്കേണ്ടത് അള്ളാഹ് തന്നെയാണല്ലോ എന്ന നിയത്തും. ഖലാസ്, ഇതാണ് കഴിഞ്ഞു. തന്നെ നന്മ. ഇനി എന്താ ഉള്ളത്? അപ്പൊ നന്മ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റാണ്. അതിലെന്തുണ്ടാകണം? ഇഖ്ലാസ് ഉണ്ടാകണം, നിയത്ത് സ്വാലിഹത്താവണം, അല്ലാതെ ഒന്നുമല്ല. അത് മാത്രമാണ്. അതാണ് ദഅ ഇലല്ലാഹ്. അപ്പൊ ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. എന്ത്? അബ്ദ് ഇതിൽ കൂട്ടിയത് ഒന്നേ ഉള്ളൂ. എന്താണ് ഈ ചങ്ങാതിമാര് രാവിലെ ഉറങ്ങാനായിട്ട് വരുന്നത് ഇവിടെ? എന്താണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത്? അബ്ദ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അബ്ദ് 100 റുപ്യ കൊടുത്തോ? ഇല്ല. ആരെ പൈസ തന്നെയാണ്? പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ അബ്ദിനൊന്നുമില്ല. അബ്ദ് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. എന്തേ ചെയ്തത്? പറയും. മഹബൂദ് തന്നത് മഹബൂദിന് കൊടുത്ത അബ്ദ് അവിടെ എന്തേ ചെയ്തത്? അബ്ദിന് ഒന്നേ ഉള്ളൂ, ഇഖ്ലാസ് നിയത്ത് മാത്രം. അത് അബ്ദിൻ്റെതാണ്. അതിനാണ് പ്രതിഫലവും. അപ്പോൾ പിന്നെ അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താലോ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്താലോ അബ്ദിന്റെ അമൽ നടന്നിട്ടില്ല. അബ്ദിന്റെ അമൽ നിയത്ത് ബിൽ ഖൽബാണ്. അതുകൊണ്ട് പ്രതിഫലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ആകെ ഈ 100 റുപ്യ നന്മയിലേക്ക് കൊടുത്തപ്പോൾ അബ്ദിന്റെ ഭാഗത്ത് എന്ത് മാത്രമേ ഉള്ളൂ? നിയ്യത്ത്.
അത് അബദ് തയ്യാറായി, അത് ലില്ലാഹി. അബദ് ആർക്ക് വേണ്ടി ചെയ്യാണ്? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാന്നുള്ള നിയ്യത്ത് ഉണ്ടാകണം. ആ നിയ്യത്ത് അബദ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അബദിന്റെ അമൽ പ്രവർത്തിച്ചിട്ടില്ല. പൈസ അബദിൻ്റെതും അല്ല. പൈസ ആരുതാ? അള്ളാഹ്. അപ്പൊ ഇവിടെ അബദ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിയ്യത്ത് മാത്രമാണ് അബദിന്റെ അമല്. നിങ്ങൾക്ക് തിരിഞ്ഞ അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് വിഷയം മനസ്സിലായില്ലേ? അപ്പൊ